ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റീസെൻ്റ്ലി 2025 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഒരു ക്വസ്റ്റ്യനാണ്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫോളോയിങ് ടേബിൾ ഷോസ് ദി പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ടു കമ്പനീസ് എ ആൻഡ് ബി over the 6 years from 2018 to 2023. Based on the data in the table, answer the questions that follows. ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് മാത്രമാണ്. അപ്പോൾ രണ്ട് കമ്പനികൾ, കമ്പനി എയും കമ്പനി ബിയും, ദെൻ 2018 തൊട്ട് 2023 വരെയുള്ള കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആകെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഇത് വെച്ചിട്ടാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല, ആ വർഷത്തെ ഇൻകം മൈനസ് ആ വർഷത്തെ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 ചെയ്തിട്ടാണ് ഈ പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ളതെന്ന് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാവുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ കമ്പനി ബിയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കമ്പനി ബി, ഇഫ് ദി ഇൻകം in the year 2018 was equal to the expenditure in the year 2020, then what was the ratio of income of B in 2018 to that in 2020? അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻകം ഇൻ ദി ഇയർ 2018, ഞാനതിവിടെ ഷോർട്ടായിട്ട് എഴുതാം. ഇൻകം 2018 എന്താണ്? ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻ ദി ഇയർ 2020. അതെന്തുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻഡിച്ചർ 2020യുമായിട്ട് ഈക്വൽ ആണ്. ഓക്കെ, ഇതാ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ റേഷ്യോ ആണ്? ദെൻ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഇൻകം ഓഫ് ബി ഇൻ ദി ഇയർ 2018? ഇൻകം 2018 to income of the same to that in 2020 എന്ന് പറഞ്ഞാൽ to income itself, right? To income of 2020. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ആകെ നമുക്കറിയാവുന്നത് എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇൻകം, ഞാനത് ഐ എന്ന് എഴുതുന്നു, മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 ആണെന്ന് നമുക്കറിയാം. ഇത് മാത്രം നമുക്കറിയാം. അപ്പോൾ 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, 25% തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ എഴുതുന്നു. 2018 പ്രോഫിറ്റ് പെർസെൻറ്റേജ് 25%. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ആ 100 അവിടെ നിന്നോട്ടെ. നമുക്കത് ഡയറക്റ്റ്ലി കാൽക്കുലേഷന് വേണ്ടി ആവശ്യമില്ല, പെർസെൻറ്റേജിലാണല്ലോ, അതുകൊണ്ട് നമുക്കത് പെൻഡിങ്ങിൽ വയ്ക്കാം. ദെൻ അവിടെ നിന്നും 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0.25 ആണല്ലോ. 25%, 25 ഡിവൈഡ് ബൈ 100, സോ യു വിൽ ഗെറ്റ് 0.25 ഇസ് ഈക്വൽ ടു, ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഐ മൈനസ് ഇ എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ഡിവൈഡഡ് ബൈ ഇ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാമല്ലോ. എനി ഡൗട്ട് ഉണ്ടോ? ഇല്ല, റൈറ്റ്. ആ മൈനസ് എന്ന് പറയുന്നതിന് ഞാൻ രണ്ട് ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആക്കിയെന്ന് മാത്രമാണ്. ഡിനോമിനേറ്റർ ഇ ആണ്, കോമൺ ആണ്. അപ്പോൾ നമ്മളതിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. സോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ആ മൈനസ് എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടാം? ഇ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ എത്രയാ? ഇ ഡിവൈഡ് ബൈ ഇ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതുന്നു. 0.25 ഇസ് ഈക്വൽ ടു എന്താ? ഐ ഡിവൈഡഡ് ബൈ ഇ, ഐ ആണിത്, ഐ ഡിവൈഡ് ബൈ ഇ, ദാറ്റ് ഈ മൈനസ് 1 കൂടി ഉണ്ട്, -1 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഐ ഡിവൈഡ് ബൈ ഇ -1. ഈ -1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്താവും നോക്കി? -1 ഞാൻ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ വിൽ ഗെറ്റ് എന്താവും? ദാറ്റ് വിൽ ബി +1 ആവും. അതായത് 0.25 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഇ എന്ന് കിട്ടി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 0.25 + 1 ദാറ്റ് ഈസ് ഐ ഡിവൈഡ് ബൈ ഇ എന്ന് കിട്ടി.
ഇനി 0.25ഉം 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1.25. 1.25 ആണ് I ഡിവൈഡഡ് ബൈ ഇ. ഓക്കെ, ഇനി എനിക്ക് ഈ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. അതായത് എക്സ്പെൻഡിച്ചർ, ദെയർഫോർ എക്സ്പെൻഡിച്ചർ ഇ എന്ന് ഞാൻ മാത്രം കാണിക്കുന്നു ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇൻകം. ഇപ്പോൾ 2018 ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടിയത്. എക്സ്പെൻഡിച്ചറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 1.25 കൊണ്ട്, അവിടെ നമുക്ക് ഇൻകം കിട്ടും. അതായത് നമ്മൾ ആ നേരത്തെ എടുത്തിരിക്കുന്ന 25%. ആ 25% അല്ലേ 0.25 എന്ന് കിട്ടിയത്. ഇപ്പോൾ എക്സ്പെൻഡിച്ചറിനേക്കാൾ 0.25 കൂടുതലാണ്. എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടും എന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ വർഷത്തെ അപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മുടെ കയ്യിലുണ്ട്, ഇൻകം ഉണ്ട്. എക്സ്പെൻഡിച്ചർ 1 ആണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് 1.25 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്നത്തെയാണ്, അടുത്ത് അറിയേണ്ടത് 2020 ഞാനിത് മായ്ക്കുവാണ്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് മായ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.25 ആണ് 2018 സിറ്റുവേഷൻ. അത് ഞാൻ ഈ സൈഡിൽ നോട്ട് ചെയ്യാം. ഇൻകം 2018 എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എക്സ്പെൻഡിച്ചർ ഇത് ഡയറക്റ്റ്ലി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. 25% ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഫോർമലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു. അപ്പോൾ 1.25 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതിന് ഈക്വൽ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അതായത് ഈ വർഷത്തെ എക്സ്പെൻഡിച്ചറിന് ഈക്വലാണ് 2020 ഈ വർഷത്തെ ഇൻകത്തിന് ഈക്വലാണ് 2020 എക്സ്പെൻഡിച്ചർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദി ഇൻകം ഇൻ ദി ഇയർ 2018 ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻ ദി ഇയർ 2020. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? ഇൻകം എന്ന് പറയുന്നത് 1.25 ആണ്. 1.25 എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2020 സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും നമുക്ക് നോക്കാം. 2020 പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50%. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%. സോ ഇക്വേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെ വരും? ഇൻകം എന്തായിരിക്കും? ഇൻകം ഇതേ കൺസെപ്റ്റ് തന്നെ. ഇൻകം എന്ന് പറയുന്നപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ ഒപ്പം ഇൻറ്റു 2020 എക്സ്പെൻഡിച്ചറാണ് ഇൻറ്റു 1.5 ചെയ്ത് കഴിഞ്ഞാൽ 50% ആയതുകൊണ്ടാണ് 1.5. അത് 30% ആയിരുന്നെങ്കിൽ 1.3 അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തെ ഇൻകം കിട്ടും. ഓക്കെ, സോ ഇതിൽ നമുക്കറിയാവുന്ന അഡീഷണൽ തിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെൻഡിച്ചറും അതിന് മുമ്പത്തെ ഇൻകവും സെയിം ആണെന്ന് നമുക്കറിയാം. റൈറ്റ്, ഇൻകവും എക്സ്പെൻഡിച്ചറും രണ്ട് സിറ്റുവേഷൻ. അതായത് ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. ഇൻകം 2018 ആൻഡ് എക്സ്പെൻഡിച്ചർ 2020 ഈക്വലാണ്. ഓക്കെ, സോ അത് നമുക്ക് കിട്ടി. അത് വെച്ചിട്ട് നമുക്കൊരു അസംഷൻ അങ്ങ് നടത്താം. ഇനി ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ 2020 എക്സ്പെൻഡിച്ചറെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 2020 എക്സ്പെൻഡിച്ചർ 2020 ഞാൻ 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻകം എത്രയായിരിക്കും? 2020 നമ്മളൊരു ഫോർമുലയോടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ 2020 100 ആണെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.5. സോ ഇൻകം എന്ന് പറയുന്നത് വിൽ ബി എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.5, ദാറ്റ് വിൽ ബി 150. കിട്ടിയല്ലോ, 150 എന്ന് കിട്ടി. ഇനി നമുക്ക് ആ റേഷ്യോ കണ്ടുപിടിച്ചൂടെ? 2018 ഇൻകം എത്രയാണ്? 2018 ഇൻകം എന്ന് പറയുന്നത് 100 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതായത് എക്സ്പെൻഡിച്ചർ ഇൻ 2020 ഇത് രണ്ടും സെയിം ആണല്ലോ. എക്സ്പെൻഡിച്ചർ 2020 2018 ഇൻകവും ഈ രണ്ട് ഐറ്റവും സെയിം ആണെന്ന് ഒരേപോലെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 100 ആണെങ്കിൽ 100 ഈസ് ടു അന്നത്തെ ഇൻകം 150 എത്രയാണ് റേഷ്യോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ വിൽ ഗെറ്റ് 1:1.5. 1:1.5 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 1:1.5. 0.5 മാറ്റാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിൽ ഗെറ്റ് 2:3. ഇതാണ് നമ്മളുടെ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ എ, 2:3. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതുക്കെ ചെയ്തു പോകാവുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഇൻ ദി ഇയർ 2022, ഇഫ് ദി ഇൻകം ഓഫ് കമ്പനി ബി വാസ് ₹52 crore and expenditures of both the companies A and B were same, then what was the average of income of both the companies A and B? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി ബിയുടെ ഇൻകം തന്നിട്ടുണ്ട്. കമ്പനി ബിയുടെ ഇൻകം എന്ന് പറയുന്നത് 2022 എത്രയാണ്? 52 കോടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ദി എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ബോത്ത് ദി കമ്പനീസ് എ ആൻഡ് ബി വെയർ സെയിം. ഈ വർഷം രണ്ട് കമ്പനിയുടെയും എക്സ്പെൻഡിച്ചർ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് വാസ് ദി ആവറേജ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദി കമ്പനീസ് എ ആൻഡ് ബി? രണ്ട് കമ്പനിയുടെയും ആവറേജ് ഇൻകം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക. സോ വാട്ട് വി നോ, നമുക്ക് 2022 ബിയുടെ ഇൻകം എത്രയാണെന്നറിയാം. ബിയുടെ ഇൻകം എന്ന് പറയുന്നത് 52 crore ആണെന്നറിയാം. ഓക്കെ, ദെൻ നമുക്ക് വേറെ അറിയാവുന്നത് 2022 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബിയുടെ 30%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30%. ഓക്കെ, ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. അതിനെ നമ്മൾ നേരത്തെ ചെയ്തിട്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.3 ചെയ്താൽ മതി, റൈറ്റ്? എക്സ്പെൻഡിച്ചർ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.3 ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 30% ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യന് ചെയ്ത ആ ഫ്രെയിം ചെയ്ത ഇക്വേഷൻ ഇൻകം ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1+%, അതായത് 1.3. 1+% എന്നുള്ളത് 1.3 വരും ഇവിടെ. അപ്പോൾ യു ക്യാൻ സി ഇൻകം നമുക്ക് അറിയാം ഓൾറെഡി. ആ വർഷത്തെ 52 കോടിയാണ്. 52 crores ആണ് ഇൻകം. എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നമുക്കറിയില്ല. 1.3 ആണെന്നറിയാം. സോ എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു 52 ഡിവൈഡഡ് ബൈ 1.3. ഓക്കെ, സോ വിൽ ഗെറ്റ് എത്ര വരും? 13 into 4 ചെയ്ത് കഴിഞ്ഞാൽ 13 into 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 52 കിട്ടില്ലേ? അപ്പോൾ ഇറ്റ് വിൽ ബി 4 പോയിൻ്റ് ഉള്ളതുകൊണ്ട് 40 ആക്കുക. സോ ദാറ്റ് വിൽ ബി 40 crores. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 40 crore ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻകം എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, സോ ഏത് വർഷത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? ബിയുടെ ഈ വർഷത്തെ ബിയുടെ ഇൻകം എന്ന് പറയുന്നത് 52 crore ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചർ 40 crore ആണെന്ന് കണ്ടുപിടിച്ചു. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 30% പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്നുകൊണ്ട് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോകാം. ദി എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ബോത്ത് ദി കമ്പനീസ് എ ആൻഡ് ബി വെയർ സെയിം. അതായത് ബിയുടെയും എക്സ്പെൻഡിച്ചർ എയുടെയും എക്സ്പെൻഡിച്ചറും സെയിം ആണ്. ഓക്കെ, എക്സ്പെൻഡിച്ചറിൻ്റെ കേസിൽ അതായത് എയുടെ എക്സ്പെൻഡിച്ചർ അപ്പോൾ എത്രയാണ്? ബിയുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ ഓൾറെഡി 40 crore എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എയ്ഡ്സ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 crore തന്നെയായിരിക്കും. ഓക്കെ, 40 crore എന്നുള്ളത് നമുക്ക് കിട്ടി. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ നോക്കി. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ആണ്. ഓക്കെ, ഇനി കാൽക്കുലേഷനിലേക്ക് പോകും. അപ്പോൾ ഇൻകം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻകം സെയിം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻറ്റു ക്യാൻ സേ 45% ആയതുകൊണ്ട് 1.45 ചെയ്താൽ മതി. ഓക്കെ, 1.45 ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് ഇൻകം ദാറ്റ് വിൽ ബി എക്സ്പെൻഡിച്ചർ 40,000 ആണ്. 40,000 അല്ല, 40 lakhs 40 crore ആണ്, റൈറ്റ്? 40 crore ആണ്. 40 എന്ന് നമ്മൾ തൽക്കാലം എഴുതുന്നു കാൽക്കുലേഷന് വേണ്ടി. ഇൻറ്റു 1.45. ഇപ്പോൾ 40യെ 4 കൊണ്ട് നമുക്ക് 1.45നെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും എന്ന് നോക്കുക. 4 into 5 that is 20. 4 into 4 16 plus 2 that is 8. Then 4 into 1 that is 4 plus 1 that is 5. 58 പോയിൻറ്റ്, റൈറ്റ്? അവിടെ പോയിൻ്റ് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ 58 crore എന്നുള്ള ആൻസർ കിട്ടും. 58 crore. ഓക്കെ, 58.0 crore എന്നുള്ളതാണ് കമ്പനി എയുടെ ഇൻകം. അപ്പോൾ രണ്ട് കമ്പനിയുടെയും ഇൻകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കമ്പനിയുടെ ഇൻകം ഡയറക്റ്റ്ലി തന്നിരുന്നു. സെക്കൻഡ് കമ്പനിയുടെ ഇൻകം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിൻ്റെ ആവറേജ് എത്രയാണെന്നാണ്.
സോ ലെറ്റ് മീ ഇറേസ് ദിസ്. ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻകം 40,000 ആണ് ബിയുടേത്. ഇൻകം 52,000 ആണ് ഇൻകം ബിയുടേത്. ദെൻ ഇൻകം എന്ന് പറയുന്നത് 58,000 ആണ് എയുടേത് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് വിൽ ബി എയുടെ ഇൻകം ദാറ്റ് ഈസ് 58 crore പ്ലസ് ബിയുടെ ഇൻകം ദാറ്റ് ഈസ് 52 crore ഡിവൈഡ് ബൈ 2 കമ്പനികളല്ലേ, അപ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. സോ യുൽ ഗെറ്റ് 58 പ്ലസ് 52 110 ഡിവൈഡഡ് ബൈ 2 55 crore എന്നുള്ളതാണ് ആവറേജ്. ഓപ്ഷൻസിലുണ്ടോ നോക്കി. 55 crore നമ്മുടെ ഓപ്ഷൻ സി ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ഇൻ ദി ഇയർ 2021 ദി എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കമ്പനി എ വാസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കമ്പനി ബി. 2021 സിറ്റുവേഷനാണ്. കമ്പനി എയിലെ എക്സ്പെൻഡിച്ചറും കമ്പനി ബിയിലെ എക്സ്പെൻഡിച്ചറും ഈക്വൽ ആണ്. ദെൻ വാട്ട് വാസ് ദി റേഷ്യോ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഇൻകംസ്. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 2021 സിറ്റുവേഷൻസ് നമുക്കൊന്ന് ആദ്യം നോട്ട് ചെയ്യാം. 2021 ആദ്യം നമുക്കറിയാവുന്നത് എന്താ, കമ്പനി എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് 60% അല്ലേ. നോക്കൂ, എയുടെ പ്രോഫിറ്റ് 60% ആണ്. ബിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് 45%. രണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടി. ദെൻ നമുക്കറിയാവുന്നത് രണ്ട് കമ്പനിയുടെയും എക്സ്പെൻഡിച്ചർ സെയിം ആണ്. സോ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ ഈക്വൽ ആണ് എയുടെയും ബിയുടെയും. ഓക്കെ, സോ ഇനി നമുക്ക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻകം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. 1 പോയിൻറ്റ് സംതിങ് എന്നുള്ള രീതിയിൽ 1 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇൻകം ഓഫ് എയുടെ ഇൻകം ദാറ്റ് വിൽ ബി, എയുടെ ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1 പോയിൻറ്റ് എത്രയാണ്, 60% എന്ന് പറഞ്ഞാൽ 1.6, റൈറ്റ്. എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.6 എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി എയ്സ് ഇൻകം. ബിയുടെ ഇൻകം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും? ബീസ് ഇൻകം എക്സ്പെൻഡിച്ചർ ഇൻറ്റു 45 ആണ്. ദാറ്റ് മീൻസ് 1.45. ഓക്കെ, ഇനി അതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എക്സ്പെൻഡിച്ചർ രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ ഈ കോമൺ ആണ്. 1.6ഉം 1.45 തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഇതാണല്ലോ രണ്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ 1.6 ഈസ് ടു 1.45ൻ്റെ റേഷ്യോ എത്രയാണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയറക്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ പോയിൻറ്റുകൾ അവോയ്ഡ് ചെയ്യാം. പോയിൻറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യാം. സോ വിൽ ഗെറ്റ് 160 ഈസ് ടു 145. കോമൺ ആയിട്ട് 5 പോകുമല്ലോ. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോമൺ ഫിഗർ 5 പോകുന്നുണ്ട്. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 16ൽ 3 ടൈംസ്, ദെൻ 10ൽ 2 ടൈംസ്. ഇവിടെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10ൽ 2 ടൈംസ്, 45ൽ ദാറ്റ് വിൽ ബി 9 ടൈംസ്. സോ ദി ആൻസർ ഈസ് 32:29 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷനിലുണ്ടോ നോക്കി. ഓപ്ഷൻ ബി 32:29. ഓക്കെ, ചെയ്തു നോക്കുക. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. നമ്മളുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത്, ഇൻ ദി ഇയർ 2023 ഇഫ് ദി ഇൻകം ഓഫ് കമ്പനി ബി വാസ് 70 crores ദെൻ വാട്ട് വാസ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി ബി ഇൻ ദാറ്റ് ഇയർ. കമ്പനി ബിയുടെ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്, 70 crores ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി ബിയുടെ എക്സ്പെൻഡിച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. 2023 ആണ്. 2023 കമ്പനി ബിയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എക്സ്പെൻഡിച്ചർ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കണ്ടുപിടിക്കണം. ഇൻകം തന്നിട്ടുണ്ടോ? ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. ഇൻകം എന്ന് പറയുന്നത് 70 crore ആണ്. 70 crore. ഓക്കെ, 70 crore ആണ്.
ദെൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ടേബിൾ ഉണ്ടോ നോക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 2023 കമ്പനി ബിയുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് 40%, റൈറ്റ്. 40% നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും ഇൻകം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ. ഇൻകം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇൻകം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ദാറ്റ് മീൻസ് 1.4. ഓക്കെ, 1.4 എന്ന് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഇൻകം നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് 70 crore ആണ്. 70 എന്ന് ഞാൻ ഇവിടെ എഴുതുന്നു. ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.4. സോ എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു എന്ത് ചെയ്യാം, 70 crore ഡിവൈഡഡ് ബൈ 1.4 എന്ന് കിട്ടും. 70 crore ഡിവൈഡഡ് ബൈ 1.4. 1.4 ആണ്, 14 into 5, റൈറ്റ്. യു വിൽ ഗെറ്റ് 70. അപ്പോൾ 1.4 എന്ന് പറയുമ്പോൾ 50 കോടി എന്ന് കിട്ടും. 50 കോടിയാണ് എക്സ്പെൻഡിച്ചർ. സോ 50 കോടി ഓപ്ഷൻസിലുണ്ടോ നോക്കി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ആ ആദ്യത്തെ സ്റ്റെപ്പിൽ ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പിന്നീടുള്ള ക്വസ്റ്റ്യനുകളിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഈ ഒരു സെറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കമ്പനി എ ഇൻ 2019, കമ്പനി എ 2019 അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. കമ്പനി എ 2019, ദെൻ കമ്പനി എയുടെ തന്നെ 2023 കമ്പനി എയുടെ തന്നെ വാല്യൂ ഈസ് 4:3. ദെൻ ദി ഇൻകം ഓഫ് ദി കമ്പനി എ ഇൻ 2019 ഈസ് ഡാഷ് പെർസെൻറ്റേജ് മോർ ദാൻ ദി ഇൻകം ഓഫ് കമ്പനി എ ഇൻ 2023. ഓക്കെ, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2019 എക്സ്പെൻഡിച്ചർ നമുക്ക് വന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മാത്രം, പെർസെൻറ്റേജ് അല്ല, ഫ്രാക്ഷനാണ്. 4 എന്നുള്ളത് 4/7 എന്നുള്ളത് 2019 എക്സ്പെൻഡിച്ചറാണ്. ഇത് 4 എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ റേഷ്യോ അല്ലേ. അപ്പോൾ 4/7, 4 ഡിവൈഡ് ബൈ ടോട്ടൽ എന്നുള്ളത് 2019, 3/7 എന്ന് പറയുന്നത് 2023 റേഷ്യോ ആണ്. ഓക്കെ, അത് നമുക്ക് ആദ്യം എഴുതിക്കാം. എക്സ്പെൻഡിച്ചർ ആദ്യം 2019 എത്രയാണ്, 4 ഡിവൈഡഡ് ബൈ 7 ആണ്. ദെൻ എക്സ്പെൻഡിച്ചർ 2023 ദാറ്റ് വിൽ ബി 3 ഡിവൈഡഡ് ബൈ 7 ആണ്. ഇത് തമ്മിലുള്ള റേഷ്യോ അവിടെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അവിടെ നിന്നും ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ സാധിക്കുന്നത് ഓരോ സ്റ്റെപ്പായിട്ട്, ഇത് 4/7 എഴുതുന്നതിലും 4x എന്ന് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഈ രണ്ട് വാല്യൂവിനും എന്തോ ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇത് റേഷ്യോ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഡിവൈഡ് ബൈ 7 എന്ന് പറയാനുള്ള കാര്യമുള്ളൂ. ഇവിടെ നമുക്ക് അല്ലാതെ ലെറ്റ്സ് ഡു ദിസ്. അല്ലാതെ 4:3 എന്നുള്ളത് 4xഉം 3xുമാണ് എന്നുള്ള രീതിയിൽ 4ൻ്റെ ഒപ്പം എന്തോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇൻകം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എക്സ്പെൻഡിച്ചർ 2 വർഷങ്ങളിലേ നമ്മൾ കണ്ടുപിടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. 4x 3x എന്ന് മാത്രം എഴുതി വയ്ക്കുന്നു. അവിടെ നിന്നും നമ്മൾ ഇൻകത്തിലേക്ക് പോകുന്നു. പ്രോഫിറ്റ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഏത് വർഷം എടുക്കണം, 2019 എടുക്കാം. 2019 പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 2019 25%. ഓക്കെ, അത് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ഇൻകം കണ്ടുപിടിക്കുന്നത്? ഇൻകം ഈക്വൽ ടു 2019 ദാറ്റ് വിൽ ബി എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.25, റൈറ്റ്. ഈ 25% എന്നുള്ളത് 1.25 ആയിട്ട് മാറും. എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.25. അപ്പോൾ ആ ഇ എന്ന് പറയുന്നത് എത്രയാണ് യഥാർത്ഥത്തിൽ? 4x ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4x ഇൻറ്റു 1.25 എന്ന് നമുക്ക് കിട്ടും. 4x ഇൻറ്റു 1.25, 4 ഇൻറ്റു 1.25 ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി 5. യു വിൽ ഗെറ്റ് 5x. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇൻകം ഏത് വർഷത്തെയാണെന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. 2019 ഇൻകം എന്ന് പറയുന്നത് 5x ആണ്. ഇനി നമുക്ക് 2023 ഇൻകം ഇതേപോലെ ഒന്ന് കണ്ടുപിടിച്ചാലോ. 2023 ഇവിടെ തന്നെ എഴുതുവാണേ. 23 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആസ് യു നോ 50%. അപ്പോൾ ഇൻകം വിൽ ബി ഡയറക്റ്റ്ലി പോകാമല്ലോ. ഓർ സെയിം വേയിൽ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 1.5 എന്ന് എഴുതാം. ദാറ്റ് വിൽ ബി എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 3x ആണ് ഇൻറ്റു 1.5
ദാറ്റ് വിൽ ബി 4.5x. ഓക്കെ, 4.5x എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമ്മളിപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഈ വർഷങ്ങളിലെ ഇൻകം 2023 2019 ഇൻകത്തിൻ്റെ ഒരു ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 4x:5x എന്നുള്ള ആ റേഷ്യോയിൽ കിട്ടും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസസ് ആണ്. സോ ഇത് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തിക്കൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അത് ഓർത്തേക്കാൾ നമ്മളിപ്പോൾ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡായി മാറും. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഉള്ളത്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇൻകം 2023 ഇൻകം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 2023 ഇൻകം എന്ന് പറയുന്നത് 4.5 ആണ്. അതേപോലെ ഇൻകം ഓഫ് 2019 എന്ന് പറയുന്നത് 5 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദി ഇൻകം ഓഫ് കമ്പനി ഇൻ 2023? അപ്പോൾ ഈ പറയുന്ന 2019 എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് 2023 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് നമുക്ക് ആവശ്യം. പെർസെൻറ്റേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പെർസെൻറ്റേജ്, ഇപ്പോൾ 4.5xഉം 5xഉം തമ്മിലുള്ള പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. അതായത് 4.5ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.5. റൈറ്റ്, 0.5x എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. 0.5 ദെൻ ഡിവൈഡഡ് ബൈ ബേസ് ഏതാണ്? ഏത് വർഷത്തിനെ അപേക്ഷിച്ചാണ് മറ്റേ വർഷത്തെ പറ്റി പറയുന്നത്? ബേസ് എന്ന് പറയുന്നത് 4.5 ആണ്. ഡിവൈഡ് ബൈ 4.5 ഇൻറ്റു 100 ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 4.5 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ പോയിൻ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് അവോയ്ഡ് ചെയ്യാമല്ലോ. സോ വിൽ ഗെറ്റ് 5 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 100. ഓക്കെ, 5 ഡിവൈഡ് ബൈ 45 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 100. ദാറ്റ് വിൽ ബി 100 ഡിവൈഡഡ് ബൈ 9. ഇതാണ് നമ്മളുടെ ആൻസർ. 100 ഡിവൈഡ് ബൈ 9 ഓപ്ഷനിലുണ്ടല്ലോ. ഓപ്ഷനിൽ 100 ഡിവൈഡ് ബൈ 9 ഉണ്ട്. സോ ആ ചേഞ്ചാണ് നമുക്ക് അറിയേണ്ടത്. ആ ചേഞ്ച് അറിയണമെങ്കിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ 2 വർഷത്തെയും യഥാർത്ഥ ഫിഗർ അല്ല, ആ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫ്രാക്ഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസ് 4.5ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 0.5 ആണ്. ആ 0.5 ബേസുമായിട്ട് കമ്പയർ ചെയ്യുക. ബേസ് എന്ന് പറയുന്നത് ഇവിടെ 4.5 ആണ്. അപ്പോൾ 0.5 ഡിവൈഡ് ബൈ 4.5 ഇൻറ്റു 100 ചെയ്തു. സോ യു ഗോട്ട് 100 ഡിവൈഡ് ബൈ 9 പെർസെൻറ്റേജ്. അത്രയും കൂടുതലാണ്. സോ ഇത്രയും ശതമാനം കൂടുതലാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. കുറച്ച് ടൈം എടുത്തു. എന്നിരുന്നാൽ കൂടിയും കൺസെപ്റ്റുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇത് എൻറ്റയർലി ബ്ലാങ്കായി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഓരോ സ്റ്റെപ്സ് എഴുതാൻ ശ്രമിക്കുക. തന്നിരിക്കുന്ന ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് വേർത്തിയായിട്ടുള്ളൊരു ആൻസറിലേക്ക് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ എക്സ്പെൻഡിച്ചർ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻകം ബൈ എക്സ്പെൻഡിച്ചർ മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ ആണ് നമുക്ക് ആ വാല്യൂ കണ്ടെത്താനുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ബൈ ദാറ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ദിവസം കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.